നമ്മൾ അറബി ഭാഷ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പദങ്ങളാണ് ഇസ്മ, ഫിഅല്. ഇവ ഇല്ലാതെ നമുക്ക് ഒരു സംഗതിയും മുന്നോട്ട് പോകില്ല. ഇനി മലയാളത്തിലേക്ക് വരികയാണെങ്കിലോ ക്രിയ, നാമം. ഇംഗ്ലീഷിലാവുമ്പോൾ വേർബ്, നൗണ്. അപ്പൊ ഇസ്മ, ഫിഅല് എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്കറിയാം, അതൊരു നാമമാണ്, അല്ലെങ്കിൽ അതൊരു ക്രിയ, ഒരു വേർബാണ് ഫിഅല്. അതൊക്കെ നമുക്ക് അറിയാം. ശരിക്കും ഈ ഇസ്മും ഫിഅലും തമ്മിൽ എന്താണ് വ്യത്യാസം? വേർബും നൗണും തമ്മിൽ എന്താണ് വ്യത്യാസം? അതായത് ഫിഅൽ എന്ന് പറയുന്നത്, വേർബ് എന്ന് പറയുന്നത് ഒരാക്ഷൻ ആണ്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ അതൊരു കാലത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു നിശ്ചിത കാലത്ത് നടക്കുന്നതാണ് ഫിഅൽ. ഇപ്പൊ എഴുതി എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെയും പറയാം. എഴുതും എന്ന് പറയാം, എഴുതുന്നു എന്നും പറയാം. മൂന്ന് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ കാലങ്ങളിലാണ് സംഭവിക്കുന്നത്. എഴുതി എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാലമാണ്. എഴുതുന്നു എന്ന് പറയുന്നത് പ്രസന്റ് ആണ്, ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്, വർത്തമാനകാല ക്രിയയാണ്. എഴുതും എന്ന് പറയുമ്പോഴോ അത് ഭാവിയായി, ഫ്യൂച്ചറായി. അപ്പൊ അതാണ് ഫിഅല്. ഒരു കാലത്താണത് സംഭവിക്കുന്നത്, ഒരു നിശ്ചിത കാലത്തെയാണത് സൂചിപ്പിക്കുന്നത്. ഇനി ഇസ്മിലേക്ക് വരുമ്പോഴോ അതിന് കാലമില്ല. എഴുത്ത്, അതെപ്പോഴും എഴുത്താണ്. ഇനി ഒരാളുടെ പേര് പറഞ്ഞു നോക്കിയാട്ടെ, മുഹമ്മദ്, എപ്പോഴും മുഹമ്മദ് ആണ്. ഒരു വസ്തുവിന്റെ പേര് നോക്കിയാട്ടെ, ബാബുൻ, ഡോറ് അല്ലെങ്കിൽ വാതിൽ, അതെപ്പോഴും ബാബുൻ, ഒരു വാതിൽ എന്നേ പറയുള്ളൂ. ഇതാണ് ഇസ്മും ഫിഅലും തമ്മിലുള്ള വ്യത്യാസം. ഫിഅല് കാലത്തെ സൂചിപ്പിക്കുന്നു, ഇസ്മിന് കാലം ഇല്ല.